നമ്മെ കേൾപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സമയം വളരെ കുറവാണ്. അല്പം കൂടെ സമയമുണ്ടായിരുന്നെങ്കിൽ അല്പം കൂടെ വിശദമായിട്ട് കേൾക്കുവാനായിട്ട് കഴിയുമായിരുന്നു. എന്നാൽ നാം ആകെ കേട്ടതിൻ്റെ ആകെത്തുക എന്തെന്ന് ചോദിച്ചാൽ, നമ്മെ സ്നേഹിച്ച സ്നേഹവാനായ ഒരു ദൈവം, ആ ദൈവവുമായിട്ട് നാം ചെയ്യേണ്ട ഉടമ്പടിയുടെ പ്രാധാന്യതയെപ്പറ്റിയാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. കർത്താവ് നമ്മെ വളരെ സഹായിക്കുമാറാകട്ടെ. ഈ സന്ദേശം നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. പ്രിയ ഡാരിയസിനെ ഹെപ്സിയെ ഓർത്ത് ഞങ്ങൾ വളരെ സന്തോഷിക്കുന്നു, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഡാരിയസ് കുറച്ച് നാളുകളായിട്ട് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹെപ്സിബ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? കിട്ടിയോ ഡാരിസെ? ഹെപ്സിബ എന്ന വാക്കിൻ്റെ അർത്ഥം വാസ്തവത്തിൽ ഡാരിസ് പറയേണ്ടതല്ല. പിന്നെ ആരാ പറയണ്ടേ? ഹെപ്സിബ എന്ന വാക്ക്, ആ വാക്കിന് കൊടുത്തിരിക്കുന്ന ബൈബിൾ ഡിക്ഷണറി കൊടുത്തിരിക്കുന്ന മീനിങ് എൻ്റെ പ്രമോദം അവളിൽ എന്നാണ്. ഡാരിസ് അത് പറയുമെന്നുള്ളത് ശരിയാണെങ്കിൽ തന്നെയും ആത്യന്തികമായിട്ട് ആ വാക്ക് പറയേണ്ടത് ഡാരിസ് അല്ല. പിന്നെ ആരാണെന്നറിയാമോ? നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച്, ജീവന് തുല്യം സ്നേഹിച്ച്, തൻ്റെ ജീവനെ നമുക്ക് മറുവിലയായി നൽകിത്തന്ന്, നമ്മെ പാപത്തിൽ നിന്ന് വിടുവിച്ച്, നമ്മെ ദൈവമക്കളാക്കി തീർത്ത, മുമ്പേ കർത്താവിന്റെ ദാസൻ വായിച്ചതുപോലെ താൻ തൻ്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച ദൈവസഭയെ നോക്കിക്കൊണ്ട് സഭയുടെ കാന്തൻ കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ വാക്കാണത്, എൻ്റെ പ്രമോദം അവളിൽ. ഈ യേശുക്രിസ്തു നമ്മെ സ്നേഹിച്ചു എന്ന് മാത്രമല്ല, ആ സ്നേഹത്തിൻ്റെ ആഴം ഒരു മനുഷ്യനും അളന്നു നിൽക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. വേറെ ഒരു മനുഷ്യനും ഇതുപോലെ നമ്മെ സ്നേഹിച്ചിട്ടില്ല. നമ്മെ മുഴുവനായി സ്നേഹിച്ച, മുഴുവനായി ജീവൻ നൽകിത്തന്ന് നമ്മെ വീണ്ടെടുത്ത ആ ക്രിസ്തുവിൻ്റെ സ്നേഹം, അത് നമ്മെ ദൈവത്തോട് അടുപ്പിക്കണം. വിശുദ്ധ പത്രോസ്ലീഹ പറഞ്ഞു, ക്രിസ്തു നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നീതിമാനായ നീതികെട്ടവർക്ക് വേണ്ടി പാപനിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു. നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച്, നമ്മെ സ്നേഹിച്ച്, നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശു ക്രിസ്തു, നിങ്ങൾ അവൻ്റെ പ്രമോദമാകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ യേശുവിനെ ദൈവമായി അംഗീകരിക്കുവാൻ, ആ യേശുവുമായിട്ട് ഒരു ഉടമ്പടിയുടെ ബന്ധത്തിലേക്ക് വരുവാൻ ഇടയായിട്ട് തീരണം. പാപത്തിന്റെ ശമ്പളം നിത്യമായ നരകമാകട്ടോ. ഈ ജീവിതത്തിനപ്പുറത്ത് നിത്യമായ ഒരു ജീവിതമുണ്ട്. ആ ജീവിതത്തിൽ നാം ദൈവത്തോടുകൂടെ ജീവിക്കണമെങ്കിൽ, മോക്ഷം പ്രാപിക്കണമെങ്കിൽ, നാം സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ദൈവത്തോടൊപ്പം വസിക്കണമെങ്കിൽ, നമുക്ക് വേണ്ടി ചങ്കുടഞ്ഞ് പ്രാണനെ വെടിഞ്ഞ കർത്താവായ യേശുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കണം. യേശുവിനോട് പറയണം, യേശുവിനോട് ഉടമ്പടി ചെയ്യണം, യേശുവേ നീയാണ് എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചവൻ. ഈ ലോകത്തിൽ എന്നെ സ്നേഹിപ്പാൻ ആരുമില്ലായിരുന്നു, എന്നാൽ നീ എന്നെ സ്നേഹിച്ചു, എനിക്ക് വേണ്ടി നിന്റെ ജീവനെ ഞാൻ ബലി നൽകി തന്നു. ആ കർത്താവായ യേശുവിന്റെ സ്നേഹം ഒരിക്കലും മറന്നു പോകരുത്. പ്രിയ ഡാരിസ് ഈ കാര്യം ജനത്തോട് പറയുവാനായിട്ട് നിയമിക്കപ്പെട്ട വ്യക്തിയാണ്. കർത്താവിന്റെ ദാസൻ, സുവിശേഷകനാണ്. വരുന്ന ആളുകളിൽ ഡാരിസിന്റെ പ്രസംഗം ഇതായിരിക്കും, ഹെപ്സിബ അതിന്റെ തക്ക തുണയായിരിക്കട്ടെ. അവരിരുവരും ചേർന്നുള്ളതായിരിക്കുന്ന ജീവിതം ക്രിസ്തുവും സഭയും എന്നതുപോലെ തന്നെ വിളങ്ങുവാൻ, ദേശത്തിന്റെ മുമ്പാകെ സാക്ഷ്യമായിരിക്കാൻ, അനുഗ്രഹമായിരിക്കാൻ, അനേകരെ കർത്താവുകളിലേക്ക് നേടുവാൻ കാരണമായി തീരട്ടെ. ഈ ക്രിസ്തുവിന്റെ സ്നേഹം എത്ര വലുതാണ്! അനുഗ്രഹീതനായ ഒരു ദൈവഭക്തൻ എഴുതിയ മനോഹരമായ ഒരു ഗാനമാണ് അടുത്തതായി പ്രിയ ബ്രൗൺ പാടാൻ പോകുന്നത്. കാൽവറിയിലെ സ്നേഹം ഓർക്കുമ്പോൾ കണ്ണുകൾ നിറയുന്നു എൻ്റെ പ്രിയനെ. വാസ്തവമായി ഹൃദയത്തിൽ തൊട്ട് ഈ പാട്ട് പാടുമ്പോൾ ആ സ്നേഹം ആസ്വദിക്കുന്ന ആരുടെയും കണ്ണുകൾ നിറയുവാൻ ഇടയായി തീരും. മാത്രവുമല്ല, നന്ദിയല്ലാതെ ദൈവമുമ്പാകെ ഒന്നും പറയുവാനായിട്ടില്ല. നമുക്ക് ദൈവത്തോട് നന്ദിയുള്ളവരായിട്ട് ഇത് പറയാം, കേൾക്കാം.
കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സോങ് ഷെല്ലിലെ മൂന്നാമത്തെ ഗാനം ഇപ്പോൾ ആലപിക്കും. നന്മകളിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ എണ്ണമില്ല നന്മകളെന്നിൽ ചൊരിയും വന്ദയെ ഓർക്കുമ്പോ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോ വൻ കൃപകളോർക്കുമ്പോ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോ വൻ ത്യാഗമോർക്കുമ്പോ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സാധുവാകുമെന്നെ സ്നേഹിച്ചു സ്വന്ത ജീവൻ തന്ന സ്നേഹമേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ കാൽവരിയിലെ സ്നേഹമോർക്കുമ്പോ കൺകൾ നിറയും എന്റെ പ്രിയനേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ
സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ കാൽവരിയിലെ സ്നേഹമോർക്കുമ്പോ കണ്ണുകൾ നിറയുന്നെന്റെ പ്രിയനേ നന്ദിയല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ സ്തോത്രമല്ലാതൊന്നുമില്ലപ്പാ എന്റെ നാവാൽ ചൊല്ലിടുവാനാ നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും നിത്യസ്നേഹമോർക്കുമ്പോൾ വൻ കൃപകളോർക്കുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരുന്നിടും ആ കരുണയോർക്കുമ്പോൾ വൻ ത്യാഗമോർക്കുമ്പോൾ എങ്ങനെ വാഴ്ത്താതിരുന്നിടും യേശുവേ നാം ഈ ശുശ്രൂഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതായ സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. സർവകൃപാലുവായ ദൈവത്തിൻ്റെ വലിയ കൃപ ഇതുവരെയും അനുഭവിപ്പാനായിട്ട് നമുക്കിടയായി തീർന്നിട്ടുണ്ട്. അതോർത്ത് സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് എത്ര വിശ്വസ്തനാണ്. അവൻ്റെ വിശ്വസ്തയുടെ മുമ്പിൽ നമുക്ക് നന്ദിയുള്ളവരായി ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. നാം വിവാഹ ശുശ്രൂഷയ്ക്ക് പ്രവേശിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസൻ അജോയ് ടി മാത്യു ആണ് ആ ശുശ്രൂഷ നിർവഹിക്കുന്നത്. അയ്മനംകാരനാണ്, അയ്മനം സഭയുടെ സുവിശേഷകനാണ്. അയ്മനത്തുള്ള മറ്റൊരു സുവിശേഷകൻ്റെ വിവാഹമാണ് താൻ നടത്തുവാനായിട്ട് പോകുന്നത്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവമുമ്പാകെ ആയിരിക്കാം. ദൈവം തന്നെ ഏൽപ്പിച്ചതായ കാര്യം ഭംഗിയായി വിശ്വസ്തയോടെ ദൈവകൃപയോടെ ചെയ്യുവാൻ ആവശ്യമായ കൃപ ലഭിക്കേണ്ടതിന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. വിശേഷാൽ ഡാരീസിനെ ഹെപ്സിയെ ഓർത്ത് നമുക്ക് വിശേഷാൽ പ്രാർത്ഥിക്കാം. ഇപ്പോൾ വിവാഹശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ദാസൻ ജോൺ കുര്യൻ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതേ തുടർന്ന് കർത്താവിൻ്റെ ദാസൻ അജോയ് ടി മാത്യു വിവാഹ ശുശ്രൂഷ നിർവഹിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്നേഹമുള്ള സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ മക്കൾ ഡാരിസിൻ്റെയും ഹെപ്സിബയുടെയും ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസത്തേക്ക് നീ അവരെ കൊണ്ടുവന്നുകൊണ്ട് സ്തോത്രം. അവിടുന്ന് അവരെ സ്നേഹിച്ചു, അവരെ രക്ഷിച്ചു, ദൈവമക്കളാക്കി തീർത്തു, കർത്താവിനെ സ്നേഹിപ്പാനുള്ള കൃപ കൊടുത്തു. ഇന്ന് അവിടുത്തെ ഹിതത്തിലും ആലോചനയിലും ഈ സുപ്രധാന ചുവട് വെക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അവർക്ക് നൽകിയിരിക്കുന്ന ഈ അവസരത്തിനായി സ്തോത്രം. ഈ സമയത്ത് അവരെ കേൾപ്പിച്ച നിൻ്റെ വലിയൊരു വചനത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ഏറ്റവും ഗൗരവമായിട്ട് പാലിക്കപ്പെടേണ്ട വാക്കുകളാണ് അവർ പറയുവാൻ പോകുന്നത്. ദൈവത്തെ സാക്ഷിയായി ദൈവത്തിന് മുൻപിലാണ് ഉടമ്പടി ചെയ്യുന്നത്. അത് ദൈവകൃപയിൽ ആശ്രയിച്ച് സ്വന്തം ശക്തിയിൽ അത് സാധിക്കില്ലല്ലോ. ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ച് വരുന്ന ദിവസങ്ങളിൽ അത് പാലിക്കുവാനുള്ള കൃപ നീ അവർക്ക് നൽകണം. അവർക്ക് മാത്രമല്ല, ഞങ്ങളെല്ലാവരും കുടുംബജീവിതം നയിക്കുന്ന ഞങ്ങൾ കർത്താവെ, ഞങ്ങളുടെ കടപ്പാടുകളെ ഗൗരവമായി എടുത്ത് ആ നിലയിൽ ജീവിപ്പാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണം. അന്യോന്യമുള്ള കടപ്പാടുകൾ മാത്രമല്ല കർത്താവെ, നിന്നോടുള്ള ബന്ധത്തിലും നിനക്ക് കീഴ്പ്പെട്ട് നിനക്ക് ശിഷ്യപ്പെട്ട് ജീവിപ്പാൻ ഈ വചനം കേട്ട് എല്ലാവരെയും നീ സഹായിക്കണം. അവിടുത്തെ ദാസന് കൊടുത്ത ആലോചനയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ വിവാഹ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ ആ ശുശ്രൂഷ നിർവഹിക്കുന്ന ഞങ്ങളുടെ പ്രിയ സഹോദരൻ അജോയിയെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് ആവശ്യമുള്ള എല്ലാ കൃപയും പരിജ്ഞാനവും വിവേകവും കൊടുക്കണം. ഏറ്റവും യോഗ്യമായി ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള കൃപ കൊടുക്കണം. കർത്താവെ, കുഞ്ഞുങ്ങളുടെ ഭാവി ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായി തീരുവാൻ, പ്രത്യേകിച്ച് കർത്താവിൻ്റെ വേലയിൽ ഏറ്റവും ഫലം കായ്ക്കുന്നവരായവർ മുന്നോട്ട് പോകുവാൻ അവിടുന്ന് ഇടയാക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടവരെ ദൈവകരങ്ങൾ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ വലിയൊരു നാമത്തിൽ തന്നെ. വിവാഹ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രിയ ഡാരിസിനെയും ഹെപ്സിബയെയും ഒരു കാര്യം മാത്രം ഓർപ്പിച്ചിട്ട് ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനൊരു വേദഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം ആദ്യമായിട്ട് വായിക്കാം.
അതിനുശേഷം 7-ാം വാക്യം വായിക്കാം. 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1-7 വാക്യങ്ങൾ. ഭാര്യമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കുവിൻ. 7-ാം വാക്യം, അങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കേണ്ടതിന് വിവേകത്തോടെ ഭാര്യമാരോടുകൂടെ വസിച്ച് സ്ത്രീജനം ബലഹീനപാത്രമെന്നും അവർ ജീവന്റെ കൃപയ്ക്ക് കൂട്ടവകാശികൾ എന്നും ഓർത്ത് അവർക്ക് ബഹുമാനം കൊടുക്കുവിൻ. ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും ദൈവത്തിൻ്റെ വചനം നൽകുന്ന കടപ്പാടാണ് ഇവിടെ നാം വായിച്ചത്. 3-ാം അധ്യായത്തിൻ്റെ ആദ്യ വാക്യത്തിൽ ഭാര്യമാരെ, ഇംഗ്ലീഷിൽ ഇൻ ദ സെയിം വേ, അവണ്ണം തന്നെ, അങ്ങനെ തന്നെ, ആ വിധം തന്നെ ഭാര്യമാരെ. ആ വിധം തന്നെ എന്ന് പറയണമെങ്കിൽ അതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് ബന്ധപ്പെടുത്തിയാണ് പറഞ്ഞിരിക്കുന്നത്. മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഭാര്യമാരെക്കുറിച്ചുമല്ല, ഭർത്താക്കന്മാരെക്കുറിച്ചുമല്ല. മുകളിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മുകളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഭാര്യമാരെ, ഭർത്താക്കന്മാരെ, അങ്ങനെ തന്നെ നിങ്ങളും. തന്നെക്കുറിച്ച് വായിക്കുന്നത് 23-ാം വാക്യത്തിൽ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക അത്രേ ചെയ്തത്. ഭാര്യയ്ക്കും ഭർത്താവിനും മാതൃക എല്ലാ കാലത്തും യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൽ നിന്നും ഒരു ഭാര്യയും ഭർത്താവും എന്താ മനസ്സിലാക്കേണ്ടത്? അവണ്ണം തന്നെ ഭാര്യമാരെ, അവണ്ണം തന്നെ ഭർത്താക്കന്മാരെ. എന്താണ് ക്രിസ്തുവിൽ നിന്നും മാതൃകയാക്കേണ്ടത്? ഒരു ഭാര്യയും ഭർത്താവും കുടുംബമായിട്ട് യേശുക്രിസ്തുവിൻ്റെ കാൽച്ചുവടിനെ എങ്ങനെയാണ് പിന്തുടരുന്നത്? ഈ വാക്യത്തിൽ നിന്ന് ഒരാശയം മാത്രമാണ് ഇപ്പോൾ ഞാൻ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും അവനിരുന്നു. ഭാര്യമാരെ, നിങ്ങൾ അവണ്ണം തന്നെ. ഭർത്താക്കന്മാരെ, നിങ്ങൾ അവണ്ണം തന്നെ. യേശുക്രിസ്തു കഷ്ടം അനുഭവിച്ചപ്പോൾ അവൻ്റെ പ്രതികരണം എന്തായിരുന്നു? എങ്ങനെയായിരുന്നു? പകരം ചെയ്തില്ല, പകരം ശകാരിച്ചില്ല, കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല. ഒരാശയം ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകുന്നത്, സ്വയനിയന്ത്രണം യേശുക്രിസ്തുവിൽ ഉണ്ടായിരുന്നു. സെൽഫ് കൺട്രോൾ. സ്വയനിയന്ത്രണമില്ലാത്ത ഒരാൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തും. ശകാരം കേൾക്കുമ്പോൾ പകരം ശകാരിക്കും. മർദ്ദിക്കപ്പെടുമ്പോൾ പകരം മർദ്ദിക്കും. യേശുക്രിസ്തു അങ്ങനെ ചെയ്തില്ല. അവന് തൻ്റെ മേൽ നിയന്ത്രണമുണ്ടായിരുന്നു, സ്വയനിയന്ത്രണം. കുടുംബജീവിതത്തിൻ്റെ അനുഗ്രഹത്തിനും നന്മയ്ക്കും സമാധാനത്തിനും അത്യന്താപേക്ഷിതമായ ഒരു ഗുണമാണ് സെൽഫ് കൺട്രോൾ, ഇന്ദ്രിയ ജയം. യേശുക്രിസ്തുവിൻ്റെ ഇന്ദ്രിയ ജയത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന അനേക ഭാഗങ്ങൾ സുവിശേഷങ്ങളിലുണ്ട്. അതെല്ലാം വിശദമായിട്ട് ഇപ്പോൾ പറയുവാനുള്ള സാവകാശമില്ല. ഒരു ഉദാഹരണം മാത്രം ഞാൻ പറയാം. യേശുക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത്, 40 ദിവസം അവൻ മരുഭൂമിയിലായിരുന്നു. 40 ദിവസം അവൻ ഒന്നും ഭക്ഷിച്ചില്ല. നാം അങ്ങനെ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലല്ല അങ്ങനെ എഴുതിയിരിക്കുന്നത്. 40 ദിവസം അവനൊന്നും ഭക്ഷിച്ചില്ല എന്ന് പറഞ്ഞാൽ അവന്റെ വിശപ്പിന്റെ മേൽ അവന് നിയന്ത്രണമുണ്ടായിരുന്നു. അവന്റെ വയറായിരുന്നില്ല അവന്റെ യജമാനൻ, അവന്റെ വിശപ്പായിരുന്നില്ല അവന്റെ യജമാനൻ. അവന്റെ വയറും അവന്റെ വിശപ്പും അവന്റെ അടിമയായിരുന്നു. അവൻ ഇന്ദ്രിയ ജയമുണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞപ്പോൾ അവന് വിശന്നപ്പോൾ പിശാച് അവനോട് പറഞ്ഞു, ഈ കല്ലിനെ അപ്പമാക്കുക. അവൻ പറഞ്ഞു, പാടില്ല. സെൽഫ് കൺട്രോൾ. കുടുംബജീവിതത്തിൽ ഇന്ദ്രിയ ജയം അത്യാവശ്യമാണ്. പക്ഷേ നമുക്കാർക്കും ഇല്ലാത്ത ഒരു സ്വഭാവമാണ് ഇന്ദ്രിയ ജയം. നമുക്കാർക്കും
നമുക്കാർക്കും ഇന്ദ്രിയ ജയമില്ല. നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം ശകാരിക്കപ്പെടുമ്പോൾ പകരം ശകാരിക്കുന്നതാണ്. കഷ്ടം അനുഭവിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം. മർദ്ദിക്കപ്പെടുമ്പോൾ തിരിച്ചു മർദ്ദിക്കുന്നതാണ് നമ്മുടെ എല്ലാവരുടെയും സ്വഭാവം. അങ്ങനെയാണെങ്കിൽ ഈ ഉപദേശത്തിന് എന്താണ് പ്രസക്തി? എനിക്ക് ശകാരം കേൾക്കുമ്പോൾ പകരം ശകാരിക്കാതിരിക്കാൻ സാധിക്കുകയില്ലെങ്കിൽ ഈ ഉപദേശം തന്നതുകൊണ്ട് എന്ത് ഗുണം? ഇവിടെയാണ് ദൈവത്തിന് ഒരു കുടുംബത്തിലുള്ള പ്രാധാന്യത. ഇവിടെയാണ് ഒരു കുടുംബ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്യാവശ്യകത മനസ്സിലാകുന്നത്. വേദപുസ്തകത്തിൽ ഇന്ദ്രിയ ജയം എന്നുള്ള വാക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രസക്തമായൊരു ഭാഗം പുതിയ നിയമത്തിലെ ഗലാത്യ ലേഖനത്തിലുണ്ട്. 5-ാം അധ്യായത്തിൽ ആത്മാവിൻ്റെ ഫലമോ എന്ന് പറഞ്ഞ് പൗലോസ് പറയുന്ന 9 സ്വഭാവങ്ങളുണ്ട്. ആ 9 സ്വഭാവങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ സ്വഭാവമാണ് ഇന്ദ്രിയ ജയം. സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മനുഷ്യൻ എന്തുകൊണ്ട് ആവശ്യം? ഇന്ന് അനേകർക്ക് ദൈവത്തെ ആവശ്യം കാര്യസാധ്യത്തിന് വേണ്ടിയാ. രോഗം വരുമ്പോൾ ദൈവം വേണം, പണത്തിന്റെ ആവശ്യം വരുമ്പോൾ ദൈവം വേണം. ചിലർക്ക് ദൈവത്തിന്റെ ആവശ്യം അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടിയാ, വലിയവനാകാൻ വേണ്ടിയാ, പേര് സമ്പാദിക്കാൻ ദൈവം വേണം. വേദപുസ്തകം പറയുന്നു, നന്നായി ജീവിക്കാൻ ദൈവം വേണം. ദൈവമില്ലാതെ നിനക്ക് നന്നായി ജീവിക്കാൻ പറ്റുകയില്ല. യേശുക്രിസ്തു പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവമാണ്, മനുഷ്യന്റെ സ്വഭാവമല്ല. അത് കുടുംബജീവിതത്തിൽ അത്യന്താപേക്ഷിതമാണെങ്കിൽ ഒരു കുടുംബത്തിന്റെ അനുഗ്രഹത്തിന്, സംരക്ഷണയ്ക്ക്, സുരക്ഷിതത്വത്തിന് ദൈവമാണ് ഏറ്റവും അത്യാവശ്യം. അല്പം കഴിയുമ്പോൾ ഡാരീസ് ഹെപ്സിബയോട് പറയും, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി ചെയ്യുന്നു. അത് തികച്ചും മാനുഷികമായൊരു കാര്യമാണ്. എന്നാൽ ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, ഡാരീസിന്റെ കയ്യിലല്ലത്. ദൈവം ഹെപ്സിബയെ സംരക്ഷിക്കുന്നില്ലെങ്കിൽ ഡാരീസിന് ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ദൈവം ഡാരീസിനെ സന്തോഷിപ്പിക്കുന്നില്ലെങ്കിൽ ഹെപ്സിബയ്ക്ക് ഡാരീസിനെ സന്തോഷിപ്പിക്കാൻ സാധ്യമല്ല. ഇത് മനുഷ്യന്റെ കയ്യിലല്ല. മനുഷ്യനൊന്നും ചെയ്യാൻ സാധ്യമല്ല. ഇവിടെയാണ് വേദപുസ്തകത്തിന്റെ പ്രസക്തി. ഇവിടെയാണ് യേശുക്രിസ്തുവിന്റെ പ്രസക്തി. നമുക്ക് ചെയ്യാൻ സാധിക്കാത്തതിനെ സാധിപ്പിക്കുവാനാണ് യേശുക്രിസ്തു വന്നത്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ ജീവിക്കുന്നില്ല, ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. കാരണം ഇന്ദ്രിയജയം എന്നുള്ളത് എൻ്റെ സ്വഭാവമല്ല. അപ്പോൾ ഇന്ദ്രിയജയം എൻ്റെ ജീവിതത്തിൽ വേണമെങ്കിൽ ക്രിസ്തു എന്നിൽ വസിച്ചേ തീരൂ. ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇന്ദ്രിയജയം, സെൽഫ് കൺട്രോളിന് യേശുക്രിസ്തുവിനേക്കാൾ ഉത്തമമായ മറ്റൊരു ഉദാഹരണമില്ല, മറ്റൊരു വ്യക്തിത്വമില്ല. ഞാനൊരു കാര്യം ഓർപ്പിക്കട്ടെ, യെശയ്യാവിന്റെ പ്രവചനത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വളരെ വളരെ ആശയങ്ങളുള്ളൊരു വാക്യമാണ്. 50-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിന്റെ കാര്യം തന്നെയാണ് വായിക്കുന്നത്. ഞാൻ എൻ്റെ മുഖത്തെ നിന്ദയ്ക്കും തുപ്പലിനും മറച്ചില്ല എന്ന് പറഞ്ഞാൽ, എന്നെ അവർ തുപ്പിയപ്പോൾ ഞാൻ കൈകൊണ്ട് പോലും തടയുന്നില്ല. അവർ എന്നെ തുപ്പിയപ്പോൾ ഞാൻ കൈകൊണ്ട് പോലും തടയാൻ ശ്രമിച്ചില്ല. അവിടെയാണ് ഡാരീസിന്റെയും ഹെപ്സിബയുടെയും കുടുംബജീവിതത്തിൽ ക്രിസ്തുവിന്റെ അത്യാവശ്യകത. ക്രിസ്തുവിനെ കൂടാതെ ഡാരീസിനും ഹെപ്സിബയ്ക്കും കുടുംബജീവിതം അസാധ്യമാണ്. അസാധ്യമാണ്. കുടുംബത്തിന്റെ സുരക്ഷ സമ്പത്തിലല്ല, ആരോഗ്യത്തിലല്ല. കുടുംബജീവിതത്തിന്റെ സുരക്ഷ വിദ്യാഭ്യാസത്തിലല്ല, ഭാര്യയുടെ ഭർത്താവിന്റെ കഴിവിലും പ്രാപ്തിയിലുമല്ല. കുടുംബജീവിതത്തിന്റെ സംരക്ഷ യേശുക്രിസ്തുവിൽ മാത്രമാണ്. പഴയ നിയമത്തിൽ ഒരു ചിത്രമുണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, 12-ാം അധ്യായത്തിൽ,
മോശ പറഞ്ഞു ഇസ്രായേൽ മക്കളോട്, നിങ്ങളൊരു കുഞ്ഞാടിനെ അറുക്കണം, അതിന്റെ രക്തമെടുത്ത് നിങ്ങൾ പാർക്കുന്ന വീട്ടിന്റെ കട്ടിളക്കാലിന്മേലും കുറുമ്പടിമേലും പുരട്ടേണം. അതാണ് നിങ്ങളുടെ വീട്ടിന്റെ രക്ഷ. നിങ്ങളുടെ വീട്ടിന്റെ രക്ഷ നിങ്ങളുടെ കയ്യിലല്ല. സഹോദര സഹോദരി, നിന്റെ വീടിന്റെ രക്ഷ നിന്റെ കയ്യിലല്ല. ദൈവം നിന്നെ രക്ഷിക്കുന്നില്ലെങ്കിൽ ആർക്കും നിന്നെ രക്ഷിപ്പാൻ സാധ്യമല്ല. ദൈവം നിന്റെ കുടുംബത്തെ പരിപാലിക്കുന്നില്ലെങ്കിൽ ആർക്കും നിന്നെ പരിപാലിക്കാൻ സാധ്യമല്ല. അവിടെ നാം വായിക്കുന്നത്, കുഞ്ഞാടിന്റെ രക്തമെടുത്ത് കട്ടിളക്കാലിന്മേൽ അവർ പുരട്ടി. അർദ്ധരാത്രിയിൽ സംഹാരദൂതൻ അതുവഴി കടന്നുപോയി, രക്തം കണ്ട വീടുകളെ ഒഴിഞ്ഞ് കടന്നുപോയി. ഈ ഉച്ചയായ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. ഒരു പുരുഷന് ഒരു സ്ത്രീക്ക് ചെയ്യാൻ സാധിക്കുന്നതിന്റെ പരമാവധി രക്ഷ അവളുടെ ശാരീരികമായ സംരക്ഷണമാണ്. അവൾക്ക് ആഹാരം കൊടുക്കാം, വസ്ത്രം കൊടുക്കാം, അവളുടെ വൈകാരികമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കാം. അതിലുപരിയായിട്ട് ഒന്നും ചെയ്യുവാൻ ഒരു പുരുഷന് സാധ്യമല്ല. അവരുടെ ആത്മാവിന് വേണ്ടി പുരുഷൻ ഒന്നും ചെയ്യുവാൻ സാധ്യമല്ല. എന്നാൽ നമ്മുടെ ആത്മാവിന് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഉച്ചയായ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ഘടകമാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. യേശു ക്രിസ്തുവിൽ മാത്രമാണ് ജീവിത സുരക്ഷയുള്ളത്. യേശു ക്രിസ്തുവിൽ മാത്രമാണ് കുടുംബ ജീവിതത്തിന്റെ ദൃഢതയുള്ളത്. അവിടെയാണ് കുടുംബം പരിപാലിക്കപ്പെടുന്നത്. അതുകൊണ്ട് ഔവണ്ണം തന്നെ ഭാര്യമാരെ, ഔവണ്ണം തന്നെ ഭർത്താക്കന്മാരെ. ഡാരിസ് ഹെപ്സിബ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഒരു കാര്യം നിങ്ങൾ ദൈവസന്നിധിയിൽ സമ്മതിക്കണം. എല്ലാ ദിവസവും എന്ത് സമ്മതിക്കണം? കർത്താവേ, ഞങ്ങളിൽ ഇന്ദ്രിയ ജയം ഇല്ല, അത് അങ്ങ് തന്നെ ഞങ്ങൾക്ക് തരണം. ഇന്നത്തേക്ക് ആവശ്യമുള്ള ഇന്ദ്രിയ ജയം ഇന്ന് തരണം. നാളത്തേക്ക് ഇന്ദ്രിയ ജയം ആവശ്യമുള്ളത് നാളെ ചോദിച്ചു വാങ്ങണം. അങ്ങനെ ആയിരിക്കട്ടെ നിങ്ങളുടെ കുടുംബജീവിതം. അങ്ങനെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ദൈവജനത്തിന്റെ മധ്യത്തിൽ മാതൃകയുള്ളവരായിരിക്കാൻ കർത്താവ് ഈ പ്രിയ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഈ വിവാഹ ശുശ്രൂഷയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നാം ഇപ്പോൾ വായിച്ചു കേട്ടത്, ആകയാൽ ദൈവം യോജിപ്പിച്ചതിനെ എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുന്നത് ദൈവമാണ്. അദൃശ്യനായ ദൈവത്തിന്റെ സാന്നിധ്യം ഈ മുറിക്കുള്ളിലുണ്ട്. ഡാരിസിനെയും ഹെപ്സിബയെയും ഒന്നിച്ചാക്കുവാനായിട്ട് പദ്ധതി ചെയ്തത് ദൈവമായിരിക്കാൻ, ഈ വിവാഹാലോചനയുടെ ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും നടത്തിപ്പ് നൽകിയത് ദൈവമായിരിക്കാൻ ഇന്ന് അവരെ യോജിപ്പിക്കുവാൻ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരെ യോജിപ്പിക്കുവാൻ പോകുന്നത് മനുഷ്യനല്ല, ദൈവം താൻ തന്നെയാണ്. ദൈവദാസനായ ഞാൻ ഒരു എളിയ മാധ്യമം മാത്രമാണ്. എന്നാൽ വാസ്തവത്തിൽ യോജിപ്പിക്കുന്നത് ദൈവമായിരിക്കാൻ ഡാരിസും ഹെപ്സിബയും ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. ഡാരിസും ഹെപ്സിബയും തമ്മിൽ വിവാഹിതരാകുന്നതിനുള്ള സമ്മതം ഇതിനോടകം അവർ പരസ്പരം അറിയിച്ചിട്ടുള്ളതാണ്. മാതാപിതാക്കളോടും അതുപോലെ സ്ഥലം സഭയോടും അറിയിച്ചിട്ടുള്ളതാണ്. എന്നാൽ സാക്ഷികളായ ഒരു വലിയ സദസ്സ് ഇന്നിവിടെ ഉള്ളതുകൊണ്ട് അവരുടെ സമ്മതം ഇപ്പോൾ പരസ്യമായിട്ട് അറിയിക്കുവാൻ ആവശ്യമുണ്ട്. ആയതിലേക്ക് ഇരുവരുടെയും സമ്മതം ഞാനിപ്പോൾ ചോദിക്കുകയാണ്. ആദ്യമായിട്ട് ഡാരിസിനോട് ചോദിക്കുന്നു. ഡാരിസ്, നിന്റെ സമീപത്ത് നിൽക്കുന്ന ഹെപ്സിബ എന്ന ഈ യുവതിയെ ഇന്ന് നിന്റെ ഏക ഭാര്യയായി സ്വീകരിച്ച് ദൈവവചനം ഒരു ഭർത്താവിന് നൽകുന്ന ചുമതലകൾ പൂർണ്ണ മനസ്സോടെ വിശ്വസ്തയോടെ അവളോട് നിറവേറ്റിക്കൊള്ളാമെന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അവളുമായി ഉടമ്പടി ചെയ്യുവാൻ നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ വ്യക്തമായും പരസ്യമായും സമ്മതമാണ് എന്ന് സദസ്സിന്റെ മുമ്പാകെ പറയേണ്ടതാകുന്നു. സമ്മതമാണ്. ഹെപ്സിബ, നിന്റെ സമീപത്ത് നിൽക്കുന്ന ഡാരിസ് എന്ന യുവാവിനെ ഇന്ന് നിന്റെ ഏക ഭർത്താവായി സ്വീകരിച്ച് ദൈവവചനം അനുശാസിക്കുന്ന പ്രകാരം ഒരു ഭാര്യയുടെ കടമകളെല്ലാം വിശ്വസ്തയോടെയും മനസ്സോടെയും അവനോട് ചെയ്യാമെന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിൽ അവനുമായിട്ട് ഉടമ്പടി ചെയ്യുവാൻ
നിനക്ക് സമ്മതമാണോ? സമ്മതമാണെങ്കിൽ സമ്മതമാണ് എന്ന് വ്യക്തമായും കൃത്യമായിട്ടും പറയേണ്ടതാകുന്നു. പ്രിയപ്പെട്ടവർ ഇരുവരും അവരുടെ സമ്മതത്തെ പരസ്യമായിട്ട് അറിയിച്ചിരിക്കുകയാണ്. വളരെ അത്യന്തം ഗൗരവമായ ഒരു പടിയിലേക്കാണ് ഇനി അവർ പ്രവേശിക്കുന്നത്. നാം ഇപ്പോൾ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു ഉടമ്പടിയാണ്. ഈ ഉടമ്പടി കേവലം രണ്ടുപേർ തമ്മിലുള്ള ഒരു ഉടമ്പടിയല്ല. ഈ ഉടമ്പടി ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലുള്ള ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഉടമ്പടി അത്യന്തം ഗൗരവമാണ്. ഒരു ഉടമ്പടിയുടെ ഗൗരവത്തെക്കുറിച്ച് ദൈവദാസനിൽ കൂടി നാം ഇപ്പോൾ കേൾക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ രണ്ടുപേരും ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നത് അന്യോന്യം മാത്രമല്ല, ദൈവത്തോടുള്ള ഉടമ്പടി കൂടിയാണ്. അവർ ഉറപ്പ് കൊടുക്കുന്നത് ഡാരിസ് ഹെപ്സിബയ്ക്കും ഹെപ്സിബ ഡാരിസിനും മാത്രമല്ല, ദൈവത്തിന് അവർ ഉറപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് ദൈവം ഇവരുടെ മധ്യേ സാക്ഷിയായിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഉടമ്പടി വാചകങ്ങൾ നിങ്ങൾ വളരെ ഭയത്തോടും ഭക്തിയോടും കരുതലോടും കൂടെ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. ഞാൻ ഉടമ്പടിയുടെ വാക്കുകൾ പറയുക മാത്രമേ ഉള്ളൂ, എന്നാൽ ആ വാക്കുകൾ എൻ്റേതല്ല, ആ വാക്കുകൾ നിങ്ങളുടേതാണ്. ആ വാക്കുകൾ നിങ്ങൾ പറയുമ്പോൾ ദൈവം നിങ്ങളുടെ മധ്യത്തിൽ സാക്ഷിയായിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന ഓരോ വാക്കും ഗൗരവമുള്ളതായിരിക്കാൻ ദൈവം കേൾക്കുന്നു എന്നുള്ള ഗൗരവത്തിലും എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലും ഈ വാക്കുകൾ നിങ്ങൾ ഏറ്റുപറയേണ്ടത് ആവശ്യമാണ്. ആദ്യമായിട്ട് ഈ വാക്കുകൾ അവർ ഏറ്റുപറയുന്നതിന് മുമ്പായിട്ട് പരസ്പരം അവരുടെ വലത് കരങ്ങൾ കൊടുത്ത് സ്വീകരിച്ച് ഈ ഉടമ്പടിയുടെ വാക്കുകൾ അവർ പറയുന്നതായിരിക്കും. ഡാരിസ് ഈ വാക്കുകൾ എൻ്റെ പിന്നാലെ ഏറ്റുപറയും. ഡാരിസ് ആകുന്ന ഞാൻ, ഹെപ്സിബ ആകുന്ന നിന്നെ ഇന്ന് എൻ്റെ ഭാര്യയായി ഏക ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ വേർപിരിക്കും വരെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ ഏത് ജീവിതാനുഭവങ്ങളിലും നിന്നെ സ്നേഹിച്ചും ബഹുമാനിച്ചും പോറ്റിപ്പുലർത്തിയും ദൈവവചനം ഒരു ഭർത്താവിന് ഏൽപ്പിച്ചിട്ടുള്ള കടമകളെല്ലാം മനസ്സോടെയും വിശ്വസ്തയോടെയും നിറവേറ്റിക്കൊള്ളാമെന്നും ത്രിയേക ദൈവത്തിന്റെ നാമത്തിലും ദൈവം മുമ്പാകെയും ഞാൻ നിന്നോട് ഉടമ്പടി ചെയ്യും. പ്രിയ ഡാരിസ്, ഈ ഉടമ്പടി നിറവേറ്റുവാൻ ദൈവം നിനക്ക് എല്ലാ കൃപയും നൽകുമാറാകട്ടെ. ഹെപ്സിബ ഇപ്പോൾ ഈ ഉടമ്പടിയുടെ വാക്കുകൾ പറയുന്നതാണ്. ഹെപ്സിബ ആകുന്ന ഞാൻ, ഡാരിസ് ആകുന്ന അങ്ങേ ഇന്ന് എൻ്റെ ഭർത്താവായി ഏക ജീവിത പങ്കാളിയായി സ്വീകരിക്കുന്നു. ഇന്നു മുതൽ മരണം നമ്മെ തമ്മിൽ വേർപിരിക്കും വരെ നമ്മുടെ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് അനുവദിക്കുന്ന അനുകൂലവും പ്രതികൂലവുമായ എല്ലാ ജീവിതാനുഭവങ്ങളിലും അങ്ങേ സ്നേഹിച്ചും ബഹുമാനിച്ചും കീഴ്പ്പെട്ടും ദൈവവചനം ഒരു ഭാര്യയ്ക്ക് അനുശാസിക്കുന്ന എല്ലാ കടമകളും വിശ്വസ്തയോടെ മനസ്സോടെ നിറവേറ്റിക്കൊള്ളാമെന്ന് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലും ദൈവം മുമ്പാകെയും ഞാൻ ഇന്ന് അങ്ങയോട് ഉടമ്പടി ചെയ്യും. ഈ ഉടമ്പടി നിറവേറ്റുവാൻ സർവകൃപാലുവായ ദൈവം പ്രിയ മകൾക്കും കൃപ ചെയ്യുമാറാകട്ടെ. ഞാനൊരു സങ്കീർത്തനം വായിച്ച് നാം പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 128ാമത്തെ സങ്കീർത്തനം ഈ സന്ദർഭത്തിൽ ഞാൻ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനം 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും.
നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രയേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. നമുക്ക് കണ്ണുകളടച്ച് ഈ പ്രിയ മക്കളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ച് അനുഗ്രഹിക്കപ്പെട്ട, ദൈവത്താൽ ആദരിക്കപ്പെട്ട, ദൈവത്തിൻ്റെ സന്തുഷ്ടിയും സമാധാനവും വിളയാടുന്ന ഒരു കുടുംബജീവിതം ദൈവം ഇവർക്ക് നൽകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് സ്തോത്രം. ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പ്രകാരം ഡാരിസിനെയും ഹെപ്സിബയെയും ഒന്നായി ചേർക്കുവാൻ അങ്ങ് പ്രസാദിച്ചതിനായിട്ട് സ്തോത്രം. ദൈവം അവരെ ഒന്നാക്കിയതിനായിട്ട്, യോജിപ്പിച്ചതിനായിട്ട് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ ദിവ്യമായ ആലോചനയാണ് ഇന്ന് അവിടുന്ന് നിറവേറ്റിയത്. ആകസ്മികമല്ല, പെട്ടെന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ ഉണ്ടായതല്ല. ദൈവം നിത്യതയിൽ തീരുമാനിച്ച കാര്യങ്ങൾ ഇന്ന് അവിടുന്ന് നിറവേറ്റിയിരിക്കാൻ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളെക്കുറിച്ചുള്ളതെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു എന്ന് ഞങ്ങൾ തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവെ, അങ്ങയുടെ പുസ്തകത്തിൽ ഡാരിസിനെ കുറിച്ചും ഹെപ്സിബയെക്കുറിച്ചും എഴുതിയിരുന്നത് ഇന്ന് അവിടുന്ന് പൂർത്തിയാക്കിയിരിക്കാൻ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ജീവിതത്തിൻ്റെ ഒരു പുതിയ പന്ഥാവിലേക്ക് അവരിപ്പോൾ കാൽച്ചുവടുകൾ എടുത്തു വച്ചിരിക്കുകയാണ്. ഇന്ന് മുതൽ അവർ ആരംഭിക്കുന്ന ഈ പുതിയ പാതയിൽ ദൈവമേ, സ്വർഗത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും അവരുടെ മേൽ ചൊരിഞ്ഞ് അങ്ങ് തന്നെ അവർക്ക് കൂട്ടാളിയായിട്ടിരുന്ന് കരങ്ങളെ പിടിച്ച് മുമ്പിൽ നടന്ന് അവരെ നടത്തിക്കൊള്ളണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വേലയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായി ശോഭിക്കുവാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ. ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത അനുഭവങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, ഇതുവരെയും തരണം ചെയ്തിട്ടില്ലാത്ത ദുർഘടങ്ങളിലൂടെ അവർ കടന്നു പോകുമ്പോൾ, കർത്താവെ, അങ്ങ് അവർക്ക് സഹായകനായിട്ടിരിക്കണമേ. അങ്ങ് അവർക്ക് മുൻപായിട്ട് നടക്കണമേ. അങ്ങ് അവരുടെ സംരക്ഷകനായിട്ടിരിക്കണമേ. തക്ക സമയത്ത് ആലോചന പറഞ്ഞു കൊടുക്കണമേ. ദൈവത്തിൽ ആശ്രയിച്ചും ദൈവത്തിൽ ചാരിയും ഓരോ ദിവസവും കുടുംബജീവിതം നയിപ്പാൻ അവിടുന്ന് അവരെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വേലയിൽ ഈ കുടുംബത്തെ ധാരാളമായിട്ട് അനുഗ്രഹിക്കണമേ. ഐമനം സഭയ്ക്ക് ഈ കുടുംബം അനുഗ്രഹത്തിന്റെ വിഷയമായി തീരുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രണ്ട് ഭവനങ്ങളിലും ഈ വിവാഹം മൂലം ആത്മിക സന്തോഷം അധികമാകുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തിനും സമൂഹത്തിനും ഈ കുടുംബം അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി പ്രിയ മക്കളെ പ്രാർത്ഥിച്ച് തൃക്കരങ്ങൾ കേൾപ്പിക്കുന്നു. ദൈവിക സമാധാനവും ദൈവിക സമൃദ്ധിയും ദൈവിക സന്തുഷ്ടിയും ഈ ഭവനത്തിൽ നൽകി അവിടുന്ന് അവരെ അനുഗ്രഹിക്കണമേ. ഇതുവരെ ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. എല്ലാ നന്മകളാലും അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. സകല മഹത്വവും ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകരുമായ യേശു ക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഈ പ്രിയപ്പെട്ടവർ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതായിരിക്കും. നന്ദിയല്ലാതൊന്നുമില്ല എൻ്റെ നാവിൽ ചൊല്ലിടുവാൻ, സ്തുതിയല്ലാതൊന്നുമില്ല എൻ്റെ ഹൃദയത്തിലുയർന്നിടുവാൻ, സ്തോത്രമല്ലാതൊന്നുമില്ല നിനക്കായി ഞാൻ സമർപ്പിക്കുവാൻ, യേശുവേ നിൻ സ്നേഹമതോ വർണ്ണിച്ചിടുവാൻ സാധ്യമല്ലേ. സ്തുതി സ്തുതി നിനക്കെന്നുമേ, സ്തുതികളിൽ വസിപ്പവനേ, സ്തുതിധനം ബലം നിനക്കേ, സ്തുതികളിലുന്നതനേ, സ്തുതിധനം ബലം നിനക്കേ, സ്തുതികളിലുന്നതനേ.
കൃപയല്ലാതൊന്നുമല്ല എൻ്റെ വീണ്ടെടുപ്പിൻ കാരണം, കൃപയാലാണെൻ ജീവിതം, അതിനാനന്ദമതിമധുരം. ബലഹീനതയിൽ തികയും ദൈവശക്തിയെന്നാശ്രയമേ, ബലഹീനതയിൽ ദിനവും യേശുവേ ഞാൻ പ്രശംസിച്ചിടും. കൃപയതിമനോഹരം, കൃപയതിമധുരം, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും, കൃപയിൽ ഞാൻ ആനന്ദിക്കും, കൃപയിൽ ഞാൻ ആശ്രയിക്കും. സൈന്യബഹുത്വത്താൽ രാജാവിന് ജയം പ്രാപിപ്പാൻ സാധ്യമല്ലേ, വ്യർത്ഥമാണീ കുതിരയെല്ലാം, വ്യർത്ഥമല്ലൻ പ്രാർത്ഥനകൾ, നിന്നിൽ പ്രത്യാശ വയ്പവനേ, നിന്റെ ദയയെന്നും നിശ്ചയമേ, യേശുവേ നിൻ വരവധിനാ കാത്തു കാത്തു ഞാൻ പാർത്തിടുന്നേ. ജയം ജയം യേശുവിന്, ജയം ജയം കർത്താവിന്, ജയം ജയം രക്ഷകന്, ഹല്ലേലൂയ ജയമെന്നുമേ. ജയം ജയം രക്ഷകന്, ഹല്ലേലൂയ ജയമെന്നുമേ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നാം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ പ്രിയപ്പെട്ട ഡാരിസിൻ്റെയും ഹെബ്സിൻ്റെയും വിവാഹം ഏറ്റവും അനുഗ്രഹമായി നടക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവത്തിന് സകല മഹത്വം കരുതിയിട്ടുണ്ട്. ഇപ്പോൾ വിവാഹ പ്രഖ്യാപനം നടത്തുന്നതായിരിക്കും. ക്രിസ്തീയ വിവാഹത്തെക്കുറിച്ച് വിശുദ്ധ ദൈവവചനം നൽകുന്ന വെളിച്ചത്തിൻ്റെ അടിസ്ഥാനത്തിലും ദേശത്ത് നിലനിൽക്കുന്ന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലും ഇന്ന് ഡാരിസും ഹെപ്സിബയും വിവാഹിതരായിരിക്കാൻ ഇന്നു മുതൽ അവർ ഇരുവരും ഭാര്യാഭർത്താക്കന്മാരാണെന്നുള്ള കാര്യം ഞാൻ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. ദൈവനാമത്തിന് വീണ്ടും മഹത്വമുണ്ടാകട്ടെ. വിവാഹ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനായിട്ട് പോവുകയാണ്. ഒരു പുതിയ കുടുംബത്തെയും കൂടെ ഈ ഭൂമിയിൽ പണിയുവാൻ സ്വർഗത്തിലെ ദൈവം പ്രസാദിച്ചു. നിങ്ങൾ ഇരുവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കണം. ഈ പുതിയ കുടുംബത്തെ നിങ്ങളുടെ മുമ്പാകെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വളരെ സന്തോഷമുണ്ട്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ഡാരിസ് ആൻഡ് ഹെപ്സിബ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇപ്പോൾ കർത്താവിൻ ദാസൻ മാത്യു ചെറിയാൻ അവർ വിവാഹ സർട്ടിഫിക്കറ്റ് നൽകുന്നതായിരിക്കും. ചില വാക്കുകൾ നന്ദി പറയേണ്ടത് ആവശ്യമായിരിക്കുന്നല്ലോ. ഇപ്പോൾ ഹെപ്സിബയുടെ പിതാവും ഐമൻ സഭയിലെ ശുശ്രൂഷകന്മാരുടെ ഒരാളുമായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ ജെ.ഡി. തോമസ് മുമ്പോട്ട് കടന്നു വന്ന് ചില വാക്കുകൾ നന്ദിയായിട്ട് പറയുന്നതായിരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ.
ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നടത്തി. എല്ലാ മഹത്വവും, എല്ലാ നന്ദിയും, എല്ലാ സ്തുതിയും സർവകൃപാലുവായ ദൈവത്തിന് അർപ്പിച്ചുകൊള്ളുന്നു. പ്രിയ ഹെപ്സിക്ക് വേണ്ടി കഴിഞ്ഞ 8 വർഷമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ആയപ്പോൾ ദൈവം അതിന് മറുപടി തന്നു. അത് മറ്റാരുമല്ല, പ്രിയ ദാരീസുമായിട്ടാണ്. കഴിഞ്ഞ ദീർഘവർഷക്കാലം പ്രിയ ദാരീസുമായിട്ട് ഒന്നിച്ച് അനേക സ്ഥലങ്ങളിൽ കടന്നു പോവുകയും അനേക ശുശ്രൂഷകളിൽ പങ്കുകൊള്ളുകയും ചെയ്തു. ഒരിക്കൽ പോലും ഇങ്ങനെ എൻ്റെ ഒരു മോനായിട്ട് തീരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോ എൻ്റെ മനസ്സിലോ വന്നിട്ടുള്ളതാണ്. എന്നാൽ അത് വെളിപ്പെട്ടത് ഐമനം സഭയ്ക്കാണ്, സഭയിലെ മൂപ്പന്മാർക്കാണ്. ഞാൻ അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു വിവാഹം ഉണ്ടാകുവാൻ ദൈവം ഇടയാക്കി. അതിനായിട്ട് അനേക പ്രിയപ്പെട്ടവർ പ്രാർത്ഥിച്ചു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അനേകരുടെ മുഖങ്ങൾ ഞാൻ കാണുന്നുണ്ട്. ഈ വിവാഹ ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് വിവിധ സ്ഥലങ്ങളിൽ ഗ്രൂപ്പുകളായിട്ട് പ്രാർത്ഥിച്ചവർ, ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വിവാഹം ഇങ്ങനെ ക്രമീകരിക്കുവാനിടയായപ്പോൾ, ഈ വിവാഹ ശുശ്രൂഷ ആര് നടത്തണം എന്ന് ചിന്തിച്ചപ്പോൾ, ഈ ഐമനം സഭയിൽ തന്നെ അതിനുള്ള എല്ലാ ശുശ്രൂഷകന്മാരുമുണ്ട്. ആ രീതിയിലാണ് ഈ ശുശ്രൂഷകൾ മുഴുവൻ തന്നെയും പ്രിയ ജോൺ ഗുന്നങ്ങൾ വിട്ട് എല്ലാവരും ഈ ഐമനം സ്ഥലം സഭയിൽ തന്നെയുള്ളവരാണ്. അതുകൊണ്ട് പ്രിയ അജോയ് ടി മാത്യു ബോംബെയിൽ നിന്ന് കടന്നു വന്നു. ഈ വിവാഹ ശുശ്രൂഷ നടത്തുവാനിടയായി. പ്രിയ ദാസനിയോർ ദൈവത്തെ സ്തുതിക്കുകയും ഞങ്ങൾ ഇരു ഭവനക്കാരുടെയും നാമത്തിൽ ഞങ്ങളുടെ നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു. ഒപ്പം ഈ വിവാഹ ശുശ്രൂഷയിൽ ആരാണ് മെസ്സേജ് നൽകേണ്ടത്? കർത്താവിൻ്റെ ദാസൻ ജോർജ് മാത്യു ഞങ്ങളുടെ സ്ഥലസഭയിലെ തന്നെയാണ്. ഇപ്പോൾ ബോംബെയിൽ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നു. പ്രിയദാസൻ അത് വളരെ സന്തോഷത്തോടെ ആ കാര്യം ഏറ്റെടുക്കുകയും എന്നീ ശുശ്രൂഷ നിൽപ്പാൻ ഇവിടെ കടന്നു വരികയും ആ ശുശ്രൂഷ നിർവഹിക്കുകയും ചെയ്തു. പ്രിയദാസനോടുള്ള നന്ദിയും ഈ കുടുംബത്തിൻ്റെയും ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ഈ വേദിയിലിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഐമനം സ്ഥലം സഭയുടെയും പ്രിയ ബാവുച്ചായനാണ്. പ്രത്യേകിച്ച് പ്രിയ ജോൺ ഗരുണങ്ങളിനെ ഈ കാര്യം അറിയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി കടന്നു വരാമെന്ന് പറഞ്ഞു. തനിക്ക് വളരെ തിരക്കുള്ളതാണ് എങ്കിലും കഴിഞ്ഞ രാത്രിയിലും എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു ഞാൻ തക്ക സമയത്ത് എത്തിക്കൊള്ളാമെന്ന്. അങ്ങനെ ഇവിടെ കടന്നു വരുവാനിടയായി. പ്രിയ ജോൺ ഗുന്നങ്ങളോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. ഒപ്പം ഞങ്ങളുടെ മൂപ്പന്മാരാണ് ഇവിടെ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ശുശ്രൂഷ ചെയ്ത എല്ലാവരും ഈ സ്ഥലസഭയിലെയാണ്. ഓരോരുത്തരെയും ഞാൻ പേരെടുത്ത് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷ ലീഡ് ചെയ്തത് കർത്താവിൻ്റെ ദാസൻ ബിനു മാത്യു ആണ്. അനേക സ്റ്റേജുകളിൽ താനീ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, മറ്റനേക ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. 4 ഇന്നും ഈ ശുശ്രൂഷ ചെയ്യുവാൻ പ്രിയദാസനെ അവിടുന്ന് എടുത്തുപയോഗിച്ചു. അത് വളരെ ഉചിതമായിട്ട് ചെയ്യുവാനിടയാക്കി. പ്രിയദാസനോടുള്ള ഇരു ഭവനത്തിൻ്റെയും നന്ദിയെ പ്രത്യേകിച്ച് അറിയിക്കുന്നു. ഈ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന ഇരു ഭവനത്തിൻ്റെയും ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, പ്രത്യേകിച്ച് സ്ഥലം സഭയിലെ മൂപ്പന്മാർ, കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കുന്ന അനേക ദൈവദാസന്മാർ, അതുപോലെ തന്നെ ക്ഷണിക്കപ്പെട്ട അനേക മറ്റ് വിശ്വാസികൾ, കുഞ്ഞുങ്ങൾ സഹിതം കടന്നു വന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഇരു ഭവനത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന ബന്ധുമിത്രാദികളുണ്ട്, ചാർച്ചക്കാരുണ്ട്, സ്നേഹിതരുണ്ട്, കൂട്ടുകാരുണ്ട്. അവരെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുകയും കടന്നു വരുവാനുള്ള അവരുടെ മനസ്സിനായിട്ട് ഞങ്ങൾ പ്രത്യേകിച്ച് ഇരു ഭവനത്തിൻ്റെയും നാമത്തിൽ ഞങ്ങൾ നന്ദിയെ അറിയിക്കുന്നു. ഒപ്പം തന്നെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉത്തർ ഭാരതത്തിൽ നിന്നും വടക്കേ ഇന്ത്യയിൽ നിന്നും ചില പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. അവരുടെ സമയവും അവരുടെ ആ സമയമൊക്കെ കഴിഞ്ഞ് അവർ കടന്നു വന്നതാണ് ഈ വിവാഹ ശുശ്രൂഷയ്ക്കായിട്ട്. അവരോടുള്ള പ്രത്യേകമായിരിക്കുന്ന നന്ദി അറിയിക്കുന്നു. उत्तर भारत से और ये केरल से अलग अलग जगहों से आया सारे भाइयों को और प्रभु का दास लोगों को हमारा जो परिवार के समेत हम
ബഹുത് ബഹുത് ധന്യവാദ് ദേത്താവ്. ഒപ്പം തന്നെ ഗൾഫിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ കടന്നു വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ സമയത്ത് പ്രത്യേകിച്ച് ഡിസംബർ മാസത്തിൽ ലീവൊക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാൽ അവർ ഈ സന്തോഷവേളയിൽ കടന്നു വരുവാൻ അവർക്കിടയായിട്ട് തീർന്നു. ആ പ്രിയപ്പെട്ടവരെ ഓർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുമാത്രമല്ല, അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഹെപ്സി ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത് കെ കോളേജ് മാന്നാനത്താണ്. ആ പ്രിയപ്പെട്ടവർ നമുക്കറിയാം, അവൾ ഗ്രാജുവേഷൻ ചെയ്തതും കെ കോളേജിലാണ്. ഇപ്പോൾ PG ചെയ്യുന്നതും ഈ കെ കോളേജിൽ തന്നെയാണ്. കെ കോളേജിലെ സൈക്കോ ഫാമിലിയായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് സൈക്കോളജിയുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിരിക്കുന്ന പ്രിയ ജോൺസൺ അച്ഛൻ, ടീച്ചേഴ്സ്, അതുപോലെ സ്റ്റുഡൻസ് വന്നിട്ട് അവരെ ഓർത്തും ഞാൻ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ഗ്രാജുവേറ്റ് ചെയ്ത് ഇവിടുന്ന് കടന്നുപോയ പല സ്റ്റുഡൻസ് മറ്റ് സ്ഥലങ്ങളിലാണ് പഠിക്കുന്നത്, മറ്റ് സ്റ്റേറ്റുകളിലാണ് പഠിക്കുന്നത്. എന്നാൽ അവർക്കും ഈ തക്ക സമയത്ത് കടന്നു വരുവാനുള്ള അവരുടെ മനസ്സിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇരു കുടുംബത്തിൻ്റെയും പേരിലും പ്രിയ ഹെപ്സിയുടെയും ഡാരീസിൻ്റെ പേരിലും അവരോടുള്ള നന്ദിയെയും ഞാൻ അറിയിക്കുന്നു. അത് മാത്രമല്ല, മറ്റ് പല പ്രിയപ്പെട്ടവരുണ്ടല്ലോ, ഈ ഞങ്ങളുടെ ഇരു ഭവനത്തിൻ്റെയും അയൽവക്കംകാർ, അതുപോലെ സ്നേഹിതരായിരിക്കുന്നവർ, കൂട്ടുകാർ, ഈ പ്രിയപ്പെട്ടവരെയും ഞാൻ ദൈവനാമത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിലുമുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുമാത്രമല്ല, പല ശുശ്രൂഷകൾ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. പ്രത്യേകിച്ച് ഇവിടെ പാട്ടുപാടിയതും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവും എൻ്റെ ഒരു കൂട്ടു സഹോദരനും കൂടിയാണ് പ്രിയ ബ്രൗൺ. ആ കാര്യം വളരെ ഭംഗിയായിട്ട് ആ കാര്യം നിർവഹിക്കുവാനിടയായി. കൂടെ തന്നെ കെനസുണ്ട്. കെനസിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുക, അവരോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ ഓഡിറ്റോറിയം തന്ന പ്രിയപ്പെട്ടവരുണ്ട്, CSIയിലെ ചർച്ചിൻ്റെ അതോറിറ്റികൾ, അവരെ ഞാൻ ദൈവനാമത്തിൽ ഉള്ള നന്ദിയെ അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ വീഡിയോ എടുക്കുന്നത് പ്രിയ അബിയുടെ നേതൃത്വത്തിലുള്ളവരാണ്, അവരോടുള്ള നന്ദിയെ അറിയിക്കുന്നു. അതുമാത്രമല്ല, ഈ കാറ്ററിംഗ് സർവീസ് പ്രിയ സാബുവിൻ്റെ ആണ്, ഡിലൈറ്റ് മണർകാടിൻ്റെ അഭിമുഖത്തിലാണ്, അവരോടുള്ള നന്ദിയും ഞാൻ അറിയിക്കുന്നു. ആരെയെങ്കിലും ഏതെങ്കിലും തരത്തിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. അവരെ ഞാൻ പ്രത്യേകിച്ച് അവരെ ഓർത്തും ഞാൻ നന്ദി പറയുന്നു. മറ്റ് ഈ ഓഡിറ്റോറിയത്തിൽ ഇന്ന് ക്ഷണിക്കപ്പെട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഭക്ഷണം ക്രമീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും അടുത്തു വന്ന് പറയാനുള്ള സാവകാശം ചിലപ്പോൾ ലഭിച്ചെന്നില്ല. അതുകൊണ്ട് എല്ലാവരും ഭക്ഷണം കഴിച്ച് മടങ്ങിപ്പോകാവൂ എന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കുവാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസൻ മാത്യു ചെറിയാൻ ഇപ്പോൾ പ്രാർത്ഥിച്ച് ആശീർവാദം പറയുന്നതായിരിക്കും. നമുക്ക് ഒരു മിനിറ്റ് എഴുന്നേറ്റ് നോക്കാം. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഉറവിടമാം യേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പരനെ നന്ദിയാ. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, അവിടുത്തെ വിലയേറിയ നാമത്തിന് ഞങ്ങൾ നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകളായി ഞങ്ങൾ ആഗ്രഹിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് തീരുമാനമെടുത്ത ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളുടെ വിവാഹം ഇന്ന് ഏറ്റവും മംഗളമായ രീതിയിൽ ദൈവമഹത്വത്തിനാൾ തീരുവാൻ തിരുമേനി സഹായിച്ചതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം. തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമുള്ള ഒരു വിവാഹ ശുശ്രൂഷ ഇവിടെ നടക്കുവാൻ തക്കവണ്ണം തിരുമേനി സഹായിച്ചു. ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം ഞങ്ങൾക്ക് അതിന് അനുഭവിക്കുവാൻ ഇടയായതോർത്ത് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിൽ ഫലമേൽപ്പിക്കുന്നു. വരുന്ന നാളുകളിൽ അവരുടെ ക്രിസ്തീയ ജീവിതം, കുടുംബജീവിതം, സഭാജീവിതം അവർക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തീരുവാൻ, ദൈവമഹത്വത്തിനായിട്ട് തീരുവാൻ
ഞങ്ങൾ ഓർക്കുന്നത് പോലെ അനേക ദൈവമക്കളുടെ ആശ്വാസത്തിനായിട്ട് തീരുവാൻ, തണുപ്പേകുന്ന ജീവിതമായിട്ട് തീരുവാൻ, മാതൃകാ ജീവിതമായി തീരുവാൻ തിരുമേനി പ്രസാദിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കിങ്ങനെ കെട്ടുറപ്പുള്ള ഒരു കുടുംബജീവിതം നടത്തുവാൻ, അത് ആ നിലയിൽ കൂട്ടിച്ചേർക്കുവാൻ തിരുമേനി സഹായിച്ചതുകൊണ്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിച്ച് തൃക്കരങ്ങളിലേക്ക് ഫലമേൽപ്പിക്കുന്നു. ശുശ്രൂഷകളെല്ലാം ദൈവമഹത്വത്തിനായിട്ട് തീരുവാൻ കൊടുത്ത കഴിവിനും പ്രാപ്തിക്കും എല്ലാത്തിനായിട്ടും ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. വന്നു ചേർന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഒരുങ്ങുന്നു. കർത്താവിൻ്റെ വലിയ സാന്നിധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകുവാനും അംഗീകരിക്കപ്പെട്ടവരായി ഈ ഹോൾ വെട്ടി കടന്നു പോകുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇടയാക്കി തീർക്കുമാറാകണമേ. വേഗം വരുന്ന ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ വളരെ വിനയമായിട്ട് അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ കൂട്ടായ്മയും സഹവാസവും നാം ഏവരോടും കൂടെ, വിശേഷാൽ ഇന്ന് വിഭാഗിതരായി തീർന്ന നവദമ്പതികളോടുകൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. സ്തോത്രം. എൻ ഹൃദയേ സമാധാനം യഹോവായിരേ, എൻ ഭവനേ സർവനന്മകളും യഹോവായിരേ. തൻ മകനായി ജീവിക്കും ഞാൻ, തൻ വഴിയേ നടക്കും ഞാൻ, തൻ വചനം ഘോഷിക്കും ഞാൻ. യഹോവായിരേ, യഹോവായിരേ, ഇരേ ഇരേ, യഹോവായിരേ, ഇരേ ഇരേ.
ദൈവം കരുതുന്നുന്നതമായി. ആകുലമോ ഇനിയും യഹോവായിരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ, യഹോവായിരേ, ഇരേ, ഇരേ. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. നീതി സൂര്യനായി വരുമ്പോൾ ഊരിരുൾ താഴ്വര താണ്ടിടുമേ. നീതി സൂര്യനായി വരുമ്പോൾ ഊരിരുൾ താഴ്വര താണ്ടിടുമേ. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. പാദങ്ങളിടറാതെ നടത്തുന്നവൻ വചനത്തിൻ ദീപമായി കൂടെയുണ്ട്. പാദങ്ങളിടറാതെ നടത്തുന്നവൻ വചനത്തിൻ ദീപമായി കൂടെയുണ്ട്. സ്നേഹത്തിൻ സാക്ഷ്യമായി ജ്വലിച്ചിടുവാൻ കാൽവരി ക്രൂശുമായി വിളങ്ങിടുന്നു. സ്നേഹത്തിൻ സാക്ഷ്യമായി ജ്വലിച്ചിടുവാൻ കാൽവരി ക്രൂശുമായി വിളങ്ങിടുന്നു. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. രോഗം പ്രയാസങ്ങൾ നേരിടുമ്പോൾ ചാരെ വന്നവൻ എൻ്റെ കൂട്ടിരിക്കും. രോഗം പ്രയാസങ്ങൾ നേരിടുമ്പോൾ ചാരെ വന്നവൻ എൻ്റെ കൂട്ടിരിക്കും. ഒറ്റവരൊന്നായി അകന്നിടുമ്പോൾ കൈവിടാതവൻ എന്നെ ചേർത്തുകൊള്ളും. ഒറ്റവരൊന്നായി അകന്നിടുമ്പോൾ കൈവിടാതവൻ എന്നെ ചേർത്തുകൊള്ളും. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല. നീതി സൂര്യനായി വരുമ്പോൾ ഊരിരുൾ താഴ്വര താണ്ടിടുമേ. നീതി സൂര്യനായി വരുമ്പോൾ ഊരിരുൾ താഴ്വര താണ്ടിടുമേ. സർവശക്തനാമേശുവന്റെ കൂടെ ഓരോ നാളും ഞാൻ ഭയപ്പെടുകില്ല.
ഇസ്രായേലിൻ നായകനേ, വിണ്ണിന്റെ നായകനേ, ഇഹലോക സൗഖ്യം പകരൂ. അഖിലം നീയേ, ആർത്തരക്ഷക അഭയം നീയേ, അവനി പാലക, അവനി പാലക. ഇസ്രായേലിൻ നായകനേ, വിണ്ണിന്റെ നായകനേ, ഇഹലോക സൗഖ്യം പകരൂ. കാൽവരിക്കുന്നിലും യോർദാൻ കരയിലും കാരുണ്യമൂർത്തിയെ തേടി ഞാൻ വന്നു. കാൽവരിക്കുന്നിലും യോർദാൻ കരയിലും കാരുണ്യമൂർത്തിയെ തേടി ഞാൻ വന്നു. കാണുവാനായില്ല എനിക്കു നിൻ രൂപം, കേൾക്കുവാനായില്ല എനിക്കു നിന്നാദം. കാണുവാനായില്ല എനിക്കു നിൻ രൂപം, കേൾക്കുവാനായില്ല എനിക്കു നിന്നാദം. കണ്ണിനു സായുജ്യം നിന്നേനി, നാവിനു മാധുര്യം നിൻ വാക്യം. അത്യുന്നതങ്ങളിലോശാന, ദൈവത്തിൻ നാമത്തിലോശാന. ഓശാന ഓശാന ഓശാന, ഓശാന ഓശാന ഓശാന. ഇസ്രായേലിൻ നായകനേ, വിണ്ണിന്റെ നായകനേ, ഇഹലോക സൗഖ്യം പകരൂ. ദാവീദിൻ വംശീയ ജാതനെ നീ എൻ്റെ ദീനതയെല്ലാം നീക്കിടണേ. ദാവീദിൻ വംശീയ ജാതനെ നീ എൻ്റെ ദീനതയെല്ലാം നീക്കിടണേ. ദാനപ്രഭുവാം ദീനബന്ധോ നിന്റെ ദാസനാമെൻ താപം തീർത്തിടണേ. ദാനപ്രഭുവാം ദീനബന്ധോ നിന്റെ ദാസനാമെൻ താപം തീർത്തിടണേ. കണ്ണിനു സായുജ്യം നിന്നേനി, നാവിനു മാധുര്യം നിൻ വാക്യം. അത്യുന്നതങ്ങളിലോശാന, ദൈവത്തിൻ നാമത്തിലോശാന. ഓശാന ഓശാന ഓശാന, ഓശാന ഓശാന ഓശാന. ഇസ്രായേലിൻ നായകനേ, വിണ്ണിന്റെ നായകനേ, ഇഹലോക സൗഖ്യം പകരൂ. അഖിലം നീയേ, ആർത്തരക്ഷക അഭയം നീയേ, അവനി പാലക, അവനി പാലക. ഇസ്രായേലിൻ നായകനേ, വിണ്ണിന്റെ നായകനേ, ഇഹലോക സൗഖ്യം പകരൂ. യേശുദേവാ സ്നേഹസ്വരൂപാ, ശ്രീയെഴുമേനിത്തൻ ആനന്ദരൂപ, ശ്രീപാദയുഗ്മത്തിൽ അർപ്പിച്ചിടട്ടെ ശ്രീനിധി ഞങ്ങളീ സ്നേഹഗീതങ്ങൾ. ശ്രീയേശുദേവാ സ്നേഹസ്വരൂപാ, ശ്രീയെഴുമേനിത്തൻ ആനന്ദരൂപ,
ശ്രീപാദയുഗ്മത്തിൽ അർപ്പിച്ചിടട്ടെ. ശ്രീനിധി ഞങ്ങളീ സ്നേഹഗീതങ്ങൾ ശ്രീയേശുദേവാ. മായാസ്വരൂപ നിൻ സ്നേഹഗാഥകൾ മാനവരാശിതൻ ഇതിഹാസത്തിൽ മായാസ്വരൂപ നിൻ സ്നേഹഗാഥകൾ മാനവരാശിതൻ ഇതിഹാസത്തിൽ മായാതെയെന്നും പതിഞ്ഞു കിടക്കുന്നു. മാനവർ സ്തുതിയായി അത് പാടിടുന്നു. മായാതെയെന്നും പതിഞ്ഞു കിടക്കുന്നു. മാനവർ സ്തുതിയായി അത് പാടിടുന്നു. ശ്രീയേശുദേവാ. നീതിമാനേ നിന്റെ ന്യായപ്രമാണങ്ങൾ നേർവഴി കാട്ടി നയിക്കുന്നു ഞങ്ങളെ. നീതിമാനേ നിന്റെ ന്യായപ്രമാണങ്ങൾ നേർവഴി കാട്ടി നയിക്കുന്നു ഞങ്ങളെ. നീതിശാസ്ത്രങ്ങളെല്ലാം ഒന്നുപോൽ നിൻ നീതിസാരങ്ങൾ സ്വീകരിച്ചിടുന്നു. നീതിശാസ്ത്രങ്ങളെല്ലാം ഒന്നുപോൽ നിൻ നീതിസാരങ്ങൾ സ്വീകരിച്ചിടുന്നു. ശ്രീയേശുദേവാ. മാനവോദ്ധാരണ പാതയൊരുക്കിടാൻ മാനവർക്കേകി ബലിയായി നിൻ ദേഹം. മാനവോദ്ധാരണ പാതയൊരുക്കിടാൻ മാനവർക്കേകി ബലിയായി നിൻ ദേഹം. മഹാത്മ്യങ്ങൾ ഏറെ മണ്ണിൽ ചൊരിഞ്ഞിടാൻ മനുഷ്യപുത്ര നിന്റെ ത്യാഗം മാർഗമായി. മഹാത്മ്യങ്ങൾ ഏറെ മണ്ണിൽ ചൊരിഞ്ഞിടാൻ മനുഷ്യപുത്ര നിന്റെ ത്യാഗം മാർഗമായി. ശ്രീയേശുദേവാ. സ്നേഹസ്വരൂപ ശ്രീയെഴുമേനിത്തൻ ആനന്ദരൂപ ശ്രീപാദയുഗ്മത്തിൽ അർപ്പിച്ചിടട്ടെ. ശ്രീനിധേ ഞങ്ങളീ സ്നേഹഗീതങ്ങൾ ശ്രീയേശുദേവാ. You and I were meant to be. God made you just for me. Baby, I love you always. By your side I will stand, walk with you hand in hand. From this day on our love will stand strong as I declare that I love you.
yes I do believe in you. I do want to share the rest of my life with you. I do promise a love that's true, never disappoint you. If you should ever be in doubt, know that I will never let you down. You and I were meant to be. God made you just for me.